ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായിട്ട് ആ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ വീടിനടുത്തൊരു അമ്പലത്തിൽ ഇന്ന് ഇല്ലെന്നറിയാട്ടോ, നെല്ലൊക്കെ വാങ്ങിക്കുന്ന ദിവസമാണ്. അങ്ങനെ ഇതാണ് അമ്പലം. നമ്മൾ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. അമ്പലത്തിൻ്റെ പേര് ചെട്ടിയരിക്കൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി നമ്മൾ നെല്ലൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞാൻ ഗണപതി അമ്പലത്തിൽ തൊഴാൻ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിത് വെച്ച് കഴിഞ്ഞാലും സന്തോഷവും സൗഭാഗ്യങ്ങളൊക്കെ വരുന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു മഴ പെയ്തത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചന്ദനമൊക്കെ ഇട്ടു, കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമജപമൊക്കെ ചൊല്ലാണ്ട്. ഞാൻ ഈ ഒരു അമ്പലത്തിൽ കുറേ നാളായി വന്നിട്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ അധികം ആൾക്കാരൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ച് പോവല്ലാണ്ട് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങളും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കാറുണ്ട് കേട്ടോ. ഇത് മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആരും ഇരിക്കാത്തത്. പിന്നെ ഇതാണ് അമ്പലം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ പാടമൊക്കെ ഉണ്ട്. അവിടെയും കാണാനും ഭംഗി തന്നെയാണ് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലപ്പൂവൊക്കെ വിടാൻ നിൽക്കുന്നുണ്ട്. എടുക്കാൻ മറന്നതാണ് ആ ഒരു ഭാഗം. പിന്നെ ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. നെല്ലൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് വീട്ടിലേക്ക്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയാണ്, അമ്മയും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളത്തിൽ ചേട്ടൻ്റെ ഫോണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വാശിയിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നെല്ലൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ കുറേ നേരം ഉണ്ണിനൊക്കെ എടുത്ത് അവൻ്റെ കരച്ചിലൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരം പിന്നെ വന്നിട്ട് ഭഗവാനോടൊപ്പം പ്രാർത്ഥിച്ചു. അത്രയുള്ള എൻ്റെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.